അങ്ങ് രാജ്യസന്നദ്ധ അറിയിക്കുകയും അധ്യക്ഷൻ വിളിച്ച് സമവായത്തിലെത്തിയെന്നൊക്കെയാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു സംഭവമില്ല. ഈ കാര്യത്തിൽ ആരും ഞാൻ രാജിവെച്ചിട്ടില്ല, ആരും എന്നോട് കാര്യം സംസാരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിരിക്കുന്നു. നിങ്ങളെ അറിയിക്കുക, കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്ഥാനാർത്ഥി നിർണയം ഒട്ടലും ചീറ്റലും വലുതായില്ലാതെ, കോൺഗ്രസ് പാർട്ടിയാണ്, വലുതായില്ലാതെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇന്ന് വരെ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വൻ വിജയമായിരിക്കും ഇത്തവണ UDF ഇവിടെ ഉണ്ട്. കേരളത്തിൽ പൊതുവെ ഉണ്ടാകും, തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നല്ല ഒരു റിസൾട്ട് ആയിരിക്കും UDF ഉണ്ടാകുന്നത്. പലവട്ടമായി അങ്ങ് അധ്യക്ഷ പദവി രാജിവെക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇത് ആരാ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? എന്റെ സുഹൃത്തുക്കളാണ്, നല്ല സുഹൃത്തുക്കളായിരിക്കും. നല്ല സുഹൃത്തുക്കൾ. ഈ ബിഫോം ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ഒരു DCC പ്രസിഡന്റ് രാജിവെച്ചു എന്നാണ് ചന്ദ്രക്കാർ. ആദ്യമായിട്ട് ഒരു നോമിനേഷൻ ഒപ്പിട്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ശബരിനാഥിന് കൊടുക്കാനും വേണ്ടി സിമ്പൽ അലോട്ട് ചെയ്തുള്ള ഒരു ഒപ്പിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതീക്ഷ കോൺഗ്രസിനും UDF-നും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുള്ള സമയത്ത് ഇത് രാഷ്ട്രീയ എതിരാളികളാണോ ഇങ്ങനെ പ്രചരണം നടത്തുന്നത്? ആയിരിക്കുമല്ലോ. എതിരാളികളെ അനുകൂലിക്കുന്നവരാണ് പാർട്ടിക്ക് എതിരായ ഒരു പ്രചരണം നടത്തുന്നത്. നടത്തില്ല. അപ്പൊ ആരുടെങ്കിലും കൈ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്ക് എവിടെ നിന്ന് വാർത്ത കിട്ടിയത്? നിങ്ങൾക്ക് വാർത്ത തന്നവരെ സൂക്ഷിക്കണം. അവര് കോൺഗ്രസിന്റെ ശത്രുക്കളാണ്. ഇല്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ ശത്രുക്കളാണ്.